വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ, എല്ലായിടത്തും നല്ല മഴ കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴേ നല്ല മഴയാണ്, വലിയ മഴയല്ല, ചാറ്റൽ മഴയെന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ചാറ്റൽ മഴയാണ്. അപ്പോൾ എന്താ രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. പിന്നെന്താ ഇന്ന് കുറച്ച് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഒരു ചെറിയ ഊണ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഏതാണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച ശേഷം 2 ബെഡും ഞാൻ വിരിച്ചിട്ടുണ്ട്. ഈ 2 ബെഡിൻ്റെ കാരണം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഇല്ലേ, ഞാൻ ടേബിളിന് പുറത്തായിട്ട് വെച്ചിട്ടുള്ള, അതിൽ കുറച്ച് ഇലയൊക്കെ ഇതുപോലെ പഴുത്തിട്ട് ചീത്തയായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് അതൊന്ന് ഫ്രഷാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഈ ചീത്തയായി പോകുന്ന ഇലകളൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്താൽ അത് നല്ല എപ്പോഴും നല്ല ഫ്രഷായിട്ടും നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്ക് പരിപാടിയൊക്കെ ചെയ്യണം. രാവിലെ കാപ്പിയും കാര്യങ്ങളും ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു മിനി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അതിനിടയിൽ താണ്ട് ഇതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അധികം വൃത്തികേടായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു 3-4 ഇലയൊക്കെ പഴുത്ത് പോയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ഇത് മോൻ്റെ സ്കൂളിൽ നിന്ന് മോനിനി UKG-ലോട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് അവനിക്കുള്ള ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ ഡയറി വരുന്നത്. AMLPSലാണ് കേട്ടോ, നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ മോളുടെ യൂണിഫോമും ബുക്സൊന്നും കിട്ടിയിട്ടില്ല, അവളിന് 3rd സ്റ്റാൻഡേർഡിലോട്ടാണ് കേട്ടോ. പിന്നെ മോൻ്റെ ബുക്സ് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി, അതൊക്കെ ഞാൻ ബൈൻഡ് ഇട്ടിട്ടുണ്ട്. അവൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി മോൻ്റെ ബുക്ക് ബൈൻഡ് ഇടണം, അതുപോലെ മോൾക്കുള്ള സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങണം. അതൊക്കെ ഞാൻ വാങ്ങുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ അതാണ്ടേ ബുക്സ് ടെക്സ്റ്റ് ബുക്കൊക്കെ ബൈൻഡ് ഇട്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് ഞാനിത് എടുത്തപ്പോൾ ഒന്ന് വീഡിയോ ഷൂട്ടാക്കിയതാണ് കേട്ടോ. അതിന് ശേഷം ഇനി ഉച്ചക്കത്തേക്ക് പരിപാടി നോക്കണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മീൻ പൊരിച്ചതും ചക്കയും അങ്ങനെയൊക്കെ ആക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീനൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മസാല നമ്മൾ നോർമലി നമ്മുടെ കിളിമീനില്ലേ, നമ്മുടെ നാട്ടിൽ ഇതിന് ചെങ്കലവ, കിളിമീൻ, ചുവന്ന മീനില്ലേ, അതാണ് കേട്ടോ മീൻ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇത് തന്നെയാണോ പറയുന്നതെന്ന് കമൻ്റ് ആക്കുക. അങ്ങനെ താണ്ടെ മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കണം. പിന്നെ നമ്മുടെ വീട്ടിലെ പ്ലാവിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ചക്കയാണ് കേട്ടോ. അങ്ങനെ ചക്ക എരിശ്ശേരി വെച്ചിട്ട് അതൊന്ന് കടുവൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചക്ക. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ മാങ്ങാക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങാക്കറി അല്ല, മാമ്പഴ പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല പഴുത്ത മാങ്ങ കൊണ്ടിട്ട് തൈരൊക്കെ വീട്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അടിപൊളിയാണ് കേട്ടോ ഈ ചക്കയും ചോറും. അപ്പോൾ അടിപൊളിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനിടയിൽ ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനിടയിൽ മാങ്ങ പഴുത്തതാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2 മാങ്ങ കണ്ടപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടിക്കല്ല കേട്ടോ, പാലൊന്നും ഒഴിക്കാണ്ട് നമ്മുടെ ലൂസായിട്ട് കുടിക്കാനായിട്ട് നല്ല ലൂസായിട്ട് അടിച്ചിട്ടുള്ളതാണ്. ക്ഷീണമൊക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല അധികം അങ്ങ് പഴുത്തുടയാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും ഈ ഒരു ജ്യൂസിന് നല്ലത്. അപ്പോൾ ദാണ്ടേ അങ്ങനെ മാങ്ങ ജ്യൂസ് അടിച്ചു, അതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ. മാങ്ങയും പഞ്ചസാരയും ഐസ് ക്യൂബ്സും മാത്രം മതി. നിങ്ങൾക്ക് എത്ര കട്ടിക്കാണോ വേണ്ടത് അതനുസരിച്ച് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അതിനിടയിൽ ഞാൻ ഇതുപോലെ പാനൊന്ന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മീൻ പൊരിച്ചാലും ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇത് അടിക്കൊന്നും പിടിക്കാണ്ട് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ആയതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല. എങ്കിലും നിങ്ങൾ ഇതുപോലെ മറ്റ് പാനിലൊക്കെ ചെയ്യുന്നവർ ഇതുപോലെ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില പ്രത്യേകിച്ച് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല നമ്മുടെ മീൻ നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ അതിനിടയിൽ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കലാണ്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ നല്ല ചൂട് ചോറും മഴയും ഒക്കെ അടിപൊളിയൊരു വൈബാണ്. അങ്ങനെ ഏതാണ്ട് നമ്മൾ മാങ്ങാക്കറിയുണ്ട്, ചക്കയുണ്ട്, പിന്നെ പാവയ്ക്ക
നമ്മൾ കൈപ്പക്കയില്ലേ അത് നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട്, അതുപോലെ മീൻ പൊരിച്ചതും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ലഞ്ചിനുള്ളത്. അങ്ങനെ ഇതാണ്ട് നമ്മൾ എല്ലാവരും മക്കളും ഉമ്മായും ഞാനും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കലാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ്ട് നമ്മളെല്ലാവരും ഫുഡൊക്കെ എടുത്ത് കഴിക്കലാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു മഴ പെയ്ത് തോന്നിട്ട് അടുത്ത നന്നായിട്ട് നമ്മുടെ ആകാശമൊക്കെ കറുത്ത് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അടുത്ത മഴയ്ക്കുള്ള കോളിലാണ്. അപ്പോൾ മഴ സീസണല്ലേ, ഇനി അങ്ങോട്ട് എപ്പോഴും മഴ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഈ മഴ കണ്ടപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ട് ഈവനിങ് ഒരു പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചെറുപയറില്ലേ, ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപയറും സാഗോ സീഡില്ലേ നമ്മുടെ ചൗവരി, അതും കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ ആ മഴയുടെ ഇതിൽ നല്ല ചൂട് പായസമൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പയറെടുത്തിട്ടുണ്ട്. ഈ ഒരു പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ അതൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഷെയർ ആക്കി തരാം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.